ഹലോ ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ചേച്ചിയുടെ പുതിയ വീട്ടിലെ ക്രിസ്മസ് ആഘോഷമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എനിക്ക് ഷോപ്പിലൊക്കെ പോകണമായിരുന്നു. പോയിട്ട് സന്ധ്യയ്ക്കാണ് നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയത്. അവിടെ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയും പിള്ളേരും ചേട്ടനും ഒക്കെ ആയിട്ട് നമ്മളവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും നമ്മുടെ കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് വായനശാല. അപ്പോൾ അവിടെയാണ് ചേച്ചിയുടെ മോനൊക്കെ എപ്പോഴും ഇരിക്കുന്നത്. അവർ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലൊക്കെ അവർ അവിടെ തന്നെയാണ്. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വീട്ടിൽ ഇരുന്ന് തന്നെ കാണാതെ. അങ്ങനെ ചേച്ചിയുടെ മോളും ചേച്ചിയുടെ അമ്മയും ചേട്ടൻ്റെ അമ്മയുമാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം ചെന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ വീട്ടിലേക്ക് കയറി. പിന്നെ ക്രിസ്മസ് കരോളിൻ്റെ സൗണ്ട് കേട്ടു. അങ്ങനെ നോക്കിയപ്പോൾ കുറേ കൊച്ചു പിള്ളേരെല്ലാം കൂടെ ക്രിസ്മസ് കരോൾ വന്നു. അങ്ങനെ അതൊക്കെ കണ്ട് അവർക്ക് പൈസയൊക്കെ കൊടുത്ത് അവർ പോയി. അതിനുശേഷമുള്ള ചായ കൂടി വീഡിയോ ആണിത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ തമാശയൊക്കെ പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ പിന്നെ ചോറ് കഴിക്കാൻ പോയി. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ചു. അല്ലാതെ ചായ കുടിച്ച ഉടനെ ചോറ് കഴിച്ചു എന്ന് വിചാരിക്കരുത്. അതൊരുപാട് നേരത്തിന് ശേഷമുള്ള വീഡിയോയാണത്. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 10-12 മണിയായി. അതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ അപ്പുറത്ത് കിടന്നൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരു ഷീറ്റൊക്കെ മൂടിയിട്ട് കളിക്കുകയാണ്. അതിനകത്ത് എൻ്റെ മോളിരിപ്പുണ്ട്. അതിനുശേഷം കിടന്നൊക്കെ ഉറങ്ങിയിട്ട് രാവിലെയുള്ള കാഴ്ചയാണ്. ചേച്ചിയുടെ മോൻ എപ്പോഴാണ് വന്ന് കിടന്നതെന്നൊന്നും നമുക്കറിയില്ല. അതിനുശേഷം 8 മണിയായി കണ്ണു തുറന്നപ്പോൾ. പിന്നെ രാവിലത്തെ ചായ കുടി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതായത് ഇവർ പുതിയ വീട് വെച്ചത് പഴയ വീട് പൊളിച്ചിട്ട് അവരൊരു ഷെഡ് കെട്ടിയാണ് അപ്പുറത്തോട്ടാണ് കിടന്നത്. അപ്പോൾ ആ ഷെഡ് പൊളിക്കുന്ന ഒരു പ്രോസസ്സാണ്. ചേച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഏകദേശം ഒരു വർഷത്തോളം അവർ ഈ ഷെഡിനകത്തായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇത് പൊളിച്ച് കളഞ്ഞിട്ടുള്ള ഇതാണ്. അവൾക്ക് അങ്ങ് വീട്ടിൽ വന്ന് നിൽക്കാനൊക്കെ പിള്ളേർ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വരെ ഇതിനകത്തായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പ്രോസസ്സൊക്കെ തുടങ്ങി. നമ്മൾ ബിരിയാണി വെക്കാനുള്ള പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാനാണ് ബിരിയാണി വെക്കുന്നത്. ചേട്ടനാണ് ചിക്കൻ കറി വെക്കുന്നത്. പിന്നെ പിന്നെന്താ ചോറ് ഞാൻ അരി ഉള്ളതുകൊണ്ട് ഞാൻ അടുപ്പിലാണ് വെച്ചത്. സാധാരണ എളുപ്പം നോക്കി കുക്കറിലൊക്കെ ഇട്ടാണ് വെക്കാറ്. ഇപ്പോൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് ഞാൻ വെച്ചു. പക്ഷേ നല്ല ബിരിയാണിയായിരുന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ മോന് ഒരുപാട് അവൻ നന്നായിട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ട്രോഫിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ടാണ് അവർ ഷെഡിൽ കൊണ്ട് വെച്ചിരുന്നത്. അപ്പം ഞാൻ എൻ്റെ മക്കളെ ഓട്ടവും വെയിലും ഉള്ളപ്പോൾ കണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും ഇത് തുടച്ച് വെക്കാൻ. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് തുടച്ച് അടുക്കി റെഡിയാക്കി വെച്ചേക്കായിരുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾ വീട്ടിനകത്തേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം കണ്ടപ്പം ഇത്രയും ട്രോഫി നമ്മളെല്ലാവരും ബക്കറ്റ് ഇടിച്ചപ്പോഴും അന്നേരം എല്ലാവരും പറഞ്ഞു ഇതെന്തിനിങ്ങനെ ഇട്ട് വെക്കുന്നെന്ന്. അതിൻ്റെ വില നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ വീട് പണി ചെയ്യാതെ നമുക്ക് എങ്ങനെ എടുത്തത് പുറത്തോട്ട് വെക്കാൻ പറ്റും. പക്ഷേ അവസാനം അതെല്ലാം നമ്മൾ റെഡിയാക്കി സൂപ്പറാക്കി വെച്ചു. ഇനിയുള്ള എൻ്റെ പ്രോസസ്സ് ഈ ബിരിയാണിയെ ദം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡിയായി, ചിക്കൻ കറിയും ഒക്കെ റെഡിയായി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം പിള്ളേർ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ കഴിച്ചത്. ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു. വെച്ചതുകൊണ്ട് പറയല്ല, സൂപ്പർ ബിരിയാണിയായിരുന്നു. പിന്നെ രാത്രിയിലെ വിശേഷങ്ങളാണ്. രാത്രി വായനശാലയിലെ ടീമിൻ്റെയൊക്കെ കരോൾ വരുന്നതും കാത്ത് നമ്മളിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കാത്തിരുന്ന് അവസാനം കരോളെത്തി. അപ്പോഴത്തന്നെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങാതെ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിൽ ചേച്ചിയുടെ മോനുള്ളതുകൊണ്ട് എൻ്റെ മോളുടെ എക്സ്പ്രഷനാണ് അവനെ കണ്ടപ്പോഴുള്ള സന്തോഷമാണ്. കൈയെടുത്ത് കാണിക്കുന്നു, പൂക്കെടുത്തൊരു ബഹളമായിരുന്നു. അങ്ങനെ സാന്റ വന്ന് അവിടെ നീക്കി കൂട്ടിയിട്ടിരുന്ന തീയിൽ ചാടിയോണ്ടാണ് കാല് പൊള്ളിയത്.
കാല് പൊള്ളിയത് വകവയ്ക്കാത്ത സാധനം ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അവസാനം അപ്പൂനെയൊക്കെ എടുത്തിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ. കൂടുമ്പം ഇമ്പമുള്ളതാണല്ലോ കുടുംബം. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടുമ്പോഴാണ് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരും കൂടുമ്പോഴാണല്ലോ. അതിനുശേഷം നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് പേർക്ക് ബെറോട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബെറോട്ടയൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. ബാക്കി റൈസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.